കാര്യം അതിതീവ്രമായി ആഗ്രഹിച്ചാൽ അത് നിങ്ങൾക്ക് നേടിത്തരാൻ വേണ്ടി ഈ പ്രപഞ്ചം മുഴുവൻ ഗൂഢാലോചന നടത്തും. പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് എന്ന നോവലിലൂടെ ലോകം ഏറ്റെടുത്ത ആശയമാണിത്. എത്രയോ പേർ ഈ ആശയം പ്രാവർത്തികമാക്കി ജീവിത വിജയം കൈവരിച്ചവരാണ്. അങ്ങനൊരു അനുഭവം അടുത്ത കാലത്ത് നമ്മൾ കേരളത്തിലും കണ്ടു. ഈ തൃശൂർ ഞാനിങ്ങെടുക്കുക എന്ന മാസ് ഡയലോഗുമായി ആദ്യ തിരഞ്ഞെടുപ്പിൽ തൃശൂരിലെത്തിയ സുരേഷ് ഗോപിക്ക് ജയിക്കാനായില്ലെന്ന് മാത്രമല്ല, പിന്നീടങ്ങോട്ട് ട്രോളുകളുടെ പൊടിപൂരമായിരുന്നു. എന്നാൽ പൗലോ കൊയ്ലോയുടെ വാക്കുകൾ പറഞ്ഞ പോലെ തൃശൂരിന് വേണ്ടി അദ്ദേഹം അതിതീവ്രമായി ആഗ്രഹിക്കുകയും അതിലേറെ കഷ്ടപ്പെടുകയും ചെയ്തു. ഒടുവിൽ മികച്ച ഭൂരിപക്ഷത്തോടെ തൃശൂരിൽ ജയിച്ചു കയറി കേരളത്തിൽ താമര വിരിയിച്ച് ചരിത്രം കുറിക്കുകയും ചെയ്തു. മാത്രമല്ല, കേന്ദ്രമന്ത്രിസഭയുടെ ഭാഗമാവുകയും ചെയ്തു. ഇപ്പോഴിതാ തൃശൂരിൽ നിന്ന് മാറി തിരുവനന്തപുരം എന്ന അതിതീവ്രമായ ആഗ്രഹവുമായി മറ്റൊരാൾ കൂടി എത്തിയിരിക്കുകയാണ്. മറ്റാരുമല്ല, മുൻ കേന്ദ്രമന്ത്രി സാക്ഷാൽ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. വോട്ടെണ്ണലിന്റെ കൂടുതൽ സമയവും വ്യക്തമായ ഭൂരിപക്ഷം നിലനിർത്തിയിരുന്ന രാജീവ് അവസാന നിമിഷം രണ്ടാമതെത്തിയത് BJPക്കാരെ മാത്രമല്ല, വോട്ടർമാരെയും അമ്പരപ്പിച്ചിരുന്നു. തീരദേശ വോട്ടുകൾ എണ്ണിത്തുടങ്ങിയ നിമിഷം മുതൽ രാജീവ് ചന്ദ്രശേഖറിന്റെ തലവര മാറാൻ തുടങ്ങി. ഒടുവിൽ തോൽവിയേൽക്കുകയും ചെയ്തു. എങ്കിൽ പിന്മാറാൻ തയ്യാറല്ല എന്നാണ് രാജീവ് വ്യക്തമാക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറിന്റെ പുതിയ നീക്കം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ചർച്ചയാണ്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് വികസനം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ 100 ദിന കർമ്മ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് രാജീവ്. മൂന്നാം മോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ആദ്യഘട്ടം എന്ന നിലയിൽ നടപ്പാക്കുന്ന 100 ദിന കർമ്മ പദ്ധതി മണ്ഡലത്തിലും ജില്ലയിലും നടപ്പാക്കാനുള്ള ചുമതലയുമായി മുൻ മന്ത്രി കളത്തിലിറങ്ങി. തിരുവനന്തപുരത്തിന്റെ സമഗ്ര പുരോഗതിയാണ് ലക്ഷ്യമെന്നും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ കുറിച്ച പോസ്റ്റിൽ അദ്ദേഹം വ്യക്തമാക്കുന്നു. അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ലോകാരാധ്യനായ ശ്രീ നരേന്ദ്രമോദി മൂന്നാമതും ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റിരിക്കുന്ന അഭിമാനകരമായ ഈ വേളയിൽ രാജ്യത്താകമാനം നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ മണ്ഡലത്തിലും സാധ്യമാകണം. അതിനുവേണ്ടി പരിശ്രമിക്കുവാൻ ഞാൻ മുന്നിൽ തന്നെയുണ്ടാകും. തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനായി മാർച്ച് 5-ാം തീയതി ഇവിടെ എത്തിയ എന്റെ പ്രതീക്ഷകൾക്ക് എത്രയോ മുകളിലായിരുന്നു നിങ്ങൾ നൽകിയ പ്രചോദനം. നിങ്ങളുടെ പ്രശ്നങ്ങൾ ആഴത്തിൽ പഠിച്ചും നിങ്ങളിൽ നിന്ന് നേരിട്ട് സ്വീകരിച്ച അഭിപ്രായങ്ങൾ സ്വാംശീകരിച്ചും സമഗ്രമായ വികസന രേഖ ഇതാണ് കാര്യം പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നാൽ സമയപരിമിതി മൂലം ആ വികസന രേഖ തിരഞ്ഞെടുപ്പിന് മുൻപായി എല്ലാവരിലേക്കും എത്തിക്കുവാനും വിശദീകരിക്കുവാനും കഴിഞ്ഞില്ല. ഈ മാർഗരേഖ നടപ്പിലാക്കേണ്ടത് നമുക്കും ഭാവി തലമുറയ്ക്കും വേണ്ടി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിലേക്കുള്ള ആദ്യ ചുവടെന്ന നിലയിൽ 2024 ജൂൺ 24-ന് 100 ദിന കർമ്മ പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ്. ഇതൊരു എളിയ തുടക്കം മാത്രമാണ്. തിരുവനന്തപുരത്തെ പുരോഗതി അവിരാമം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു സാധാരണ BJP പ്രവർത്തകനായി നിങ്ങളുടെ ഇടയിൽ ഞാൻ എന്നും ഉണ്ടാകുമെന്നാണ് പോസ്റ്റ്. നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിന് താഴെ കമന്റുമായി എത്തുന്നത്. അപ്പോൾ തിരുവനന്തപുരവും ഇങ്ങെടുക്കുവല്ലേ എന്നാണ് പ്രധാനമായും കമന്റുകൾ വരുന്നത്.